എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ കൊച്ചു ചുന്ദരി ഡോറപ്പെണ്ണ് അവള് തംസപ്പ് ഒക്കെ കൊടുത്ത് ഉറപ്പായിട്ടും ഞാൻ ജയിക്കും, ജയിച്ച ഡോറയെ മാത്രമേ ഇനി നിങ്ങൾ കാണൂ എന്നൊക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്യാനായി അവളിപ്പോ ഗോദയിലേക്ക് ഇറങ്ങും. അപ്പൊ നമ്മുടെ ചപ്രത്തലയൻ അവൻ അവളോട് പറയും, ജീവൻ വേണമെങ്കില് നീ ഇപ്പൊ തന്നെ തോൽവി സമ്മതിച്ച് ഓടി രക്ഷപ്പെട്ടോ. ഓപ്പണൻസിനെ കണ്ട എനിക്ക് ഭ്രാന്താണ്, നീ ഒരു പെണ്ണാണെന്ന് കൂടെ ഞാൻ നോക്കില്ല. കട്ട് ചെയ്താ ഇവിടെ കണ്ണാടി പയ്യൻ അവൻ ഹീറോയോട് ചോദിക്കും, ചപ്പർത്തലന്റെ എബിലിറ്റി ആൻഡ് വീക്ക് പോയിന്റ്സ് അത് കറക്റ്റ് ആയിട്ട് നിനക്കറിയോ? എങ്ങനെ ഫൈറ്റ് ചെയ്താലാണ് അവനെ തോപ്പിക്കാൻ കഴിയുക? അതിന് ഹീറോ അവനിപ്പോ അവന്റെ പവർ അത് വായിക്കാൻ തുടങ്ങും. എന്നിട്ട് കണ്ണാടി പയ്യനോട് പറയും, അവനെ തോപ്പിക്കാൻ അത്ര എളുപ്പമല്ല, അവന് നല്ല പവറും നല്ല സ്ട്രെങ്തും ഉണ്ട്. അവന്റെ ഒരൊറ്റ ഇടിയിൽ തന്നെ അവള് പപ്പടാവും. അവൾക്ക് ജയിക്കണമെങ്കില് ഒരേ ഒരു വഴി മാത്രമേ അവളുടെ മുൻപിലുള്ളൂ. അവനെ ഒരുപാട് ഓടിച്ച് തളർത്തി അവൻ അറിയാതെ അവനെ ടച്ച് ചെയ്ത് അവളുടെ പവർ ഉപയോഗിച്ച് അവനെ പറത്തിക്കൊണ്ടുപോയി ആ ഒരു ബോർഡർ ലൈനിന്റെ അപ്പുറത്തേക്ക് ഇടുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൾക്ക് ജയിക്കാൻ കഴിയൂ. അപ്പൊ കറക്റ്റ് സമയത്ത് ബെല്ല് മുഴങ്ങി നമ്മുടെ രണ്ടാൾക്കാരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഹീറോ പറഞ്ഞതുപോലെ നമ്മുടെ പെങ്കൊച്ചാവട്ടെ അവൾ ചുറ്റും ഓടാൻ തുടങ്ങും. അവൾ എങ്ങനെയെങ്കിലും അവനെ തൊടാനായിരിക്കും ശ്രമിക്കുക. അത് കാണുമ്പോ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷാവും. അവൾ ഓടി ഓടി അടുത്ത് വരെ ചപ്രത്തലേനാവട്ടെ അവൻ അനങ്ങാതെ അങ്ങനെ നിൽക്കും. അവൾ അടുത്തെത്തിയ ഉടനെ അവൻ കൈ വീശി വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടാക്കും. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. പക്ഷെ നമ്മുടെ പെങ്കൊച്ച് അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ പുകയ്ക്കുള്ളില് ഇപ്പൊ മറിഞ്ഞിരിക്കും. അവൾ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുമ്പോ അവൻ കൈ ചുരുട്ടി അവളെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു ട്വിസ്റ്റ്, അതവളുടെ ഡ്രസ്സാണ്. നമ്മുടെ പെങ്കൊച്ച് അവളുടെ ഡ്രസ്സ് ഊരി എറിഞ്ഞ് അവന്റെ പിന്നിലൂടെ വന്ന് അവനെ തൊടാനായിട്ട് ഇപ്പൊ തൊട്ടടുത്തെത്തും. പക്ഷെ അവൻ തിരിഞ്ഞ് അവന്റെ കാലുമടക്കി ഒരൊറ്റ തൊഴി അതിലവള് തെറിച്ചുപോയി അടിച്ചു താഴെ വീഴും. അങ്ങനെ രണ്ടുപേരും ഇപ്പൊ വിട്ടുകൊടുക്കാതെ പൊരിഞ്ഞ പോരാട്ടം. ചപ്പർത്തലേന്റെ ഓരോ അടിയിലും തീയും പുകയും എല്ലാം പറക്കും. ചുറ്റുമുള്ള മീഡിയാസ്, ജനങ്ങള്, ഹീറോ എല്ലാവരും പേടിക്കുമെങ്കിലും നമ്മുടെ പുലിക്കുട്ടി ഡോറ അവക്ക് യാതൊരു കുലുക്കവും ഇല്ല. അപ്പൊ കുറെ ഫെമിനിസ്റ്റ് പെൺകുട്ടികള് അവരെഴുന്നേറ്റ് എന്ന് പറയും, അവളൊരു പെൺകുട്ടിയാണ്, ചപ്രത്തലേൻ ഒരിക്കലും അവളെ അങ്ങനെ അടിക്കാൻ പാടില്ല എന്ന് നിലവിളിച്ചു കൊണ്ടേയിരിക്കും. അത് കേട്ട് മാസ്റ്റർ ടെൻഷനായിട്ട് ഇപ്പൊ മൈക്കിലൂടെ വിളിച്ചു പറയും, ഇത് മത്സരമാണ്, ഇതിലാണോ പെണ്ണോ എന്നൊന്നുമില്ല, തോൽവി ജയം അത് മാത്രമേ ഉള്ളൂ. കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങി വീട്ടിൽ പോവാം. അത് കേട്ട് എല്ലാവരുടെയും ഫ്യൂസ് പോയി അവരിപ്പോ സമാധാനായിട്ട് ഫൈറ്റ് കാണും. ഗോദയാണെങ്കില് ഇപ്പൊ നമ്മുടെ ചെക്കന്റെ പവർ കൊണ്ട് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഡോറപ്പെണ്ണ് അവളിപ്പോ പതിയെ നടന്ന് ചപ്രത്തലേന്റെ അടുത്തേക്ക് വരും. അവള് പതിയെ അവനെ നോക്കി ചിരിച്ച് ഇപ്പൊ താങ്ക്സ് പറയും. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവക്ക് വട്ടായൊന്ന് കരുതി അവൻ മുകളിലേക്ക് നോക്കും. അപ്പോ ഒരു ബ്രഹ്മാണ്ഡ കാഴ്ച കണ്ട് അവൻ ഷോക്കായി പോവും. ആക്ച്വലി നമ്മുടെ ഡോറ പെങ്കൊച്ച് അവനെ പ്രൊവോക്ക് ചെയ്ത് ആ സ്റ്റേജ് തന്നെ അടിച്ചു തകർത്തിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഡോറ അവിടെ ഉണ്ടായിരുന്ന കല്ലുകളെല്ലാം തന്നെ കളക്ട് ചെയ്ത് അതൊന്നൊന്നായി മുകളിലേക്ക് ഉയർത്തി വെച്ചു. അവൾ ഉടനെ ആ കല്ല് മുഴുവൻ അവന്റെ നേർക്ക് അടിച്ചു തെറിപ്പിക്കും. കല്ലുകളുടെ പിന്നാലെ അവൾ ഓടി വന്ന് അവനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കും. ചപ്രത്തലേൻ ഹായ് ആയിട്ട് കൈ മുകളിലേക്ക് ഉയർത്തി അവന്റെ ഫുൾ പവറും കയ്യിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു ഫയർ ബോൾ എക്സ്പ്ലോഷൻ ഉണ്ടാക്കി ആ കല്ല് തന്നെ ഇപ്പൊ പൊടിച്ചു കളയും. എക്സ്പ്ലോഷറിന്റെ പവറില് ഇപ്പൊ നമ്മുടെ പെണ്ണാവട്ടെ അവള് തെറിച്ചു പോയി അടിച്ചു താഴെ വീഴും. ഡോറ പെണ്ണാണെങ്കില് അടികിട്ടിയ വേദനയില് അവള് കരയാണ്. അപ്പൊ ചപ്രത്തലേൻ അവൻ അവളുടെ അടുത്തേക്ക് വരും. അവൻ പറയും, ഇത്രയും നേരം നീ എന്നെ അടിച്ചു, അടുത്തതായിട്ട് ഞാനാണ് നിന്നെ അടിക്കാൻ പോകുന്നത്. അവളിപ്പോ ഒരു സെക്കൻഡ് നമ്മുടെ ഹീറോയെ കുറിച്ച് ആലോചിക്കും. ഇസുക്ക് പയ്യനാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കില് ഉറപ്പായിട്ടും അവൻ വിട്ടുകൊടുക്കില്ല. അവൾ വാശിയോടെ ഇപ്പൊ അവന് നേർക്ക് തിരിഞ്ഞു നിൽക്കും. പക്ഷെ അവൾക്ക് ഒരുപാട് പരുക്ക് പറ്റിയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ബോധം കെട്ട് താഴേക്ക് വീഴും. കണ്ണു തുറന്ന് അവള് പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല. അപ്പോഴേക്കും നമ്മുടെ ചുന്ദരി ടീച്ചർ അവൾ ഓടി വരും. അവള് വിളിച്ചു പറയും, ഈ ഒരു ഫൈറ്റില് ചപ്രത്തലേൻ അവൻ ജയിച്ചിരിക്കുന്നു. അത് കേട്ട് അവൻ തുള്ളിച്ചാടും. സ്ക്രച്ചസില് ഇപ്പൊ നമ്മുടെ പെങ്കൊച്ചിനെ ആവട്ടെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ മാസ്റ്റർ ഇപ്പൊ എല്ലാവർക്കും ഒരു ബ്രേക്ക് കൊടുക്കും. ആ ഗ്യാപ്പില് തകർന്നു പോയ സ്റ്റേജ് അത് റെഡിയാക്കാൻ തുടങ്ങും. ഇവിടെ ഹീറോയ്ക്കാണെങ്കില് കാവടി തുള്ളിപ്പോയ ഡോറയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് അവൻ ഒരുപാട് വിഷമാവും. ഹീറോ അങ്ങനെ സാഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു വരുമ്പോ ചപ്രത്തലേൻ അവനിപ്പോ ഹീറോയുടെ മുൻപിലേക്ക് വരും. എന്താ, നിനക്ക് എന്റെ കൈകൊണ്ട് ചാവണോ? അത് കേട്ട് ഹീറോ അവൻ പേടിച്ചു നിൽക്കുമ്പോ ചപ്പർത്തലയും ചോദിക്കും, നീയാണല്ലേ എന്റെ പവറിനെ കുറിച്ചും
എബിലിറ്റിയെക്കുറിച്ചും അവക്ക് പറഞ്ഞു കൊടുത്ത് എന്നെ എങ്ങനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കണമെന്ന് അവക്ക് പറഞ്ഞു കൊടുത്തത്. അതിന് ഹീറോ ഷോക്കായിട്ട് പറയും, അയ്യോ അല്ല അല്ല, അവൾ അവളുടെ ഇഷ്ടത്തിനാണ് ഫൈറ്റ് ചെയ്തത്, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, എനിക്കിപ്പോ ഫൈറ്റിന് സമയമെന്ന് പറഞ്ഞ് അവനോടും. ചപ്പർത്തലൻ ക്യാഷ്വലായിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി അങ്ങനെ ഇരിക്കും. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ അടുത്ത ബാറ്റില് അത് ഹീറോയുടേതാണ്. അവൻ ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് വരും. അപ്പൊ ഡോറ പെണ്ണ് അവനെ കണ്ട് ഇളിച്ചോണ്ട് പറയും, ഞാൻ തോറ്റു തൊപ്പിയിട്ടു. ഹീറോ ആണെങ്കില് അവളെ കണ്ട് ഷോക്കാവും. നീ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഓക്കെ ആയി? നിന്റെ ബോഡിയിലുണ്ടായിരുന്ന ഒടിവും ചതവും അതൊക്കെ എവിടെ പോയി? അതിന് അവള് പറയും, ഡോക്ടർ ഗ്രാൻഡ്മ ആള് കിസ് ചെയ്ത് എന്റെ ബോഡിയിലെ പരുക്കുകളെല്ലാം തന്നെ പെട്ടെന്ന് ഹീൽ ചെയ്തു. എനിക്ക് കുറച്ച് സ്ക്രാച്ചസ് മാത്രമേ ബാക്കിയുള്ളൂ, പക്ഷെ കുഴപ്പമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. അവള് പറയും, ഞാൻ വിചാരിച്ച പോലല്ല, ആ ചപ്രത്തലേന് അവൻ ഒടുക്കത്തെ പവറാണ്. കട്ട് ചെയ്താ ഇപ്പൊ ഗോതയില് ആ ചോപ്പൻ തലേനും സ്റ്റീൽ തലേനും അവർ ഓൾറെഡി കഴിഞ്ഞ മത്സരത്തില് ടൈ ആയതുകൊണ്ട് തന്നെ ഇത്തവണ അവര് രണ്ടുപേരും ചേർന്ന് പഞ്ചഗുസ്തി മത്സരം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മത്സരത്തിന്റെ അവസാനം സ്റ്റീൽ കയ്യന്റെ കൈ ഒടിഞ്ഞ് അവൻ തോറ്റുപോവും. ചോപ്പൻ തലയൻ അവൻ വിജയശ്രീ ലാളിതനായി അവന്റെ ഫ്രണ്ട്സ് അവനെ തൂക്കി എടുത്തോണ്ട് പോവും. അപ്പൊ ചോപ്പൻ അവൻ പതിയെ നടന്നു വന്ന് ഇപ്പൊ സിൽവർ തലയന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അവൻ പറയും, ഇത് വെറും മത്സരമാണ്, ജയവും തോൽവിയും അതാർക്കും സംഭവിക്കാം, ഇന്നു മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് അവര് കട്ട ചങ്സ് ആവും. അപ്പൊ അതേ സമയത്ത് അടുത്ത ബാറ്റിലിനായി ഹീറോയുടെ പേര് വിളിക്കും. ഡോറപ്പൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്ത് ഇപ്പൊ ഹീറോയെ അവനെ പുറത്തേക്ക് അയക്കും. എന്നിട്ട് അവള് പാരന്റ്സിനെ വിളിച്ച് ഇപ്പൊ തോറ്റുപോയ കാര്യം പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങും. അതിനവളുടെ പാരന്റ്സ് പറയും, മാച്ച് ഞങ്ങള് ടിവിയിൽ കണ്ടു, നീ ഒരു പെൺകുട്ടി ആയിട്ട് പോലും അവസാനം വരെ നല്ല രീതിയിൽ പോരാടി, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നീ ജയിക്കും, നിന്റെ ആഗ്രഹങ്ങള് അതൊക്കെ നടക്കും, അതുകൊണ്ട് എന്റെ മോള് ഇപ്പൊ വിഷമിക്കണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരവളെ ആശ്വസിപ്പിക്കും. അപ്പൊ അതേ സമയത്ത് പുറത്ത് ഇപ്പൊ ഹീറോ ആവട്ടെ ഡോറയുടെ അവസ്ഥയോർത്ത് ഒരുപാട് വിഷമിക്കും. അവൻ മുൻപോട്ട് നടക്കുമ്പോ ടോഡറോക്കി പയ്യന്റെ പപ്പ ആളിപ്പോ താടിയിലും മീശയിലും തീയൊക്കെ കത്തിച്ച് അവന്റെ മുൻപിൽ വന്ന് നിൽക്കാണ്. ഹീറോ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോ ആള് പറയും, നിന്റെ ഫൈറ്റ് അത് ശരിക്കും പറഞ്ഞ അടിപൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിന്റെ ഫൈറ്റ് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ചിരിക്കുട്ടനെയാണ്, അവന്റെ സെയിം പവറാണ് നിനക്കൊന്ന് പറയുമ്പോ അതിന് ഹീറോ പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, അങ്കിളിന് തോന്നിയതാവെന്നും പറഞ്ഞ് അവൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറി ഇപ്പൊ മുൻപോട്ട് നടന്നു പോവും. അപ്പൊ ആള് വിളിച്ചു പറയും, നിനക്ക് എന്തൊക്കെ പവർ ഉണ്ടെങ്കിലും എന്റെ മകന്റെ മുൻപില് നിനക്ക് ജയിക്കാൻ കഴിയില്ല. അപ്പോഴായിരിക്കും ഹീറോ ടോഡറോക്ക് പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കുക. എനിക്ക് എന്റെ പപ്പയെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ പപ്പയുടെ പവർ അത് ഞാൻ ഉപയോഗിക്കില്ല. ഹീറോയ്ക്ക് കലി കയറി ഇപ്പൊ ആളെ ഒന്ന് തുറച്ചു നോക്കി അവൻ മുൻപോട്ട് നടക്കും. കട്ട് ചെയ്ത ചിരിക്കുട്ടൻ ഇപ്പൊ ഹീറോയുടെ മാച്ച് അത് ഉറ്റു നോക്കുകയാണ്. കണ്ണാടി പയ്യനും തവളപ്പെണ്ണും അവരെല്ലാവരും ഇരിക്കുമ്പോ നമ്മുടെ ഡോറ പെണ്ണ് അവളും അവിടേക്ക് വരും. അവളുടെ കണ്ണ് വീർത്തിരിക്കുന്ന കണ്ട് കണ്ണാടി പയ്യൻ ചോദിക്കും, ഇതെന്തു പറ്റി നിന്റെ കണ്ണിന്? ആക്ച്വലി നമ്മുടെ പെണ്ണ് കരഞ്ഞ് കരഞ്ഞ് അവളുടെ കണ്ണ് ഇപ്പൊ നീര് വെച്ചിരിക്കുകയാണ്, അവൾ ഒന്നുമില്ലാന്ന് പറഞ്ഞ് ക്യാഷ്വലായിട്ട് അവിടെ ഇരിക്കും. ഗോദയിലേക്ക് ഇപ്പൊ ഹീറോയും ടോഡറോക്കി പയ്യനും അവര് രണ്ടുപേരും കടന്നു വരും. അവരെ കണ്ട് ജനങ്ങള് ആർപ്പ് വിളിച്ച് കൈയടിക്കാൻ തുടങ്ങും. വില്ലന്മാര്, ടീച്ചേഴ്സ്, അവന്റെ അമ്മ, അങ്ങനെ എല്ലാവരും ഇപ്പൊ ഫൈറ്റ് ഉറ്റു നോക്കാണ്. നമ്മുടെ രണ്ട് പുലിക്കുട്ടികളും അവര് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.